ചില കോൺട്രാക്ടേഴ്സ് ക്ലയന്റിന്റെ അടുത്ത് പറയുന്നതാണ് അവരുടെ ആർക്കിടെക്ട് റെയിൻ വാട്ടർ പൈപ്പ്സ് പുറത്തേക്കുള്ളത് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങളുടെ ബിൽഡിങ്ങിനുള്ളിൽ ലീക്ക് ഉണ്ടാകുന്നതെന്ന്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ആർക്കിടെക്റ്റിന് ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റെയിൻ വാട്ടർ പൈപ്പ്സ് കൊടുക്കാതെ അതിനെ ഡിസൈൻ ചെയ്യാൻ പറ്റുമോ? ഒരു റൂഫ് സ്ലാബ് കോൺക്രീറ്റിങ്ങിന്റെ സമയത്ത് ഏതൊരു ആർക്കിടെക്ട് ആണെങ്കിലും അതിന് വേണ്ട പ്രോപ്പർ ആർക്കിടെക്ചറൽ ഡ്രോയിങ്സ് കൊടുത്തിട്ടുണ്ടാവും. അതിന്റെ കൂടെ തന്നെ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറിന്റെ കയ്യിൽ നിന്ന് എടുത്ത് ഒരു സ്ട്രക്ചറൽ ഡ്രോയിങ്സും കൊടുക്കുന്നുണ്ടാവും. ഇത് സൈറ്റിൽ കൊടുക്കുന്നു. റൂഫിന്റെ സ്ലോപ്പുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും, എങ്ങോട്ടേക്കാണ് സ്ലോപ്പ് കൊടുക്കേണ്ടത്, എവിടെയാണ് വെള്ളം പുറത്തേക്ക് നമ്മൾ റെയിൻ വാട്ടർ കളയേണ്ടത്, എവിടെയൊക്കെ പൈപ്പുകൾ കൊടുക്കണം. ചിലപ്പോൾ ഇൻവെർട്ടഡ് ബീംസ് ഉണ്ടാവും. അപ്പോൾ ഇൻവെർട്ടഡ് ബീംസിനുള്ളിലൊക്കെ നമ്മൾ പൈപ്പുകൾ പറയും, അതുപോലെ അതിനുള്ളിൽ സ്ലോപ്പ് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറയും. പക്ഷേ ചില സൈറ്റുകളിൽ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂഫ് സ്ലാബ് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബീമിനുള്ളിൽ ഇവർ പൈപ്പുകൾ വെക്കും. പൈപ്പുകൾ വെച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അതിന്റെ അടുത്ത ദിവസം അവർ അതിന്റെ മുകളിൽ ഒരു ലെയർ ഓഫ് നമ്മുടെ പരിക്കൻ എന്ന് പറയും നാട്ടിലൊക്കെ, അല്ലെങ്കിൽ ഒരു ലെയർ ഓഫ് പ്ലാസ്റ്ററിങ് ചെയ്യാതെ കുറച്ച് സിമെന്റ് അതിന്റെ ടോപ്പിൽ മുഴുവൻ വീണ്ടും സ്പ്രെഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർ പ്രോപ്പറായിട്ട് ലെവൽ ചെക്ക് ചെയ്തിട്ടല്ല കൊടുത്തെന്നുണ്ടെങ്കിൽ ഈ പൈപ്പുകളൊക്കെ ഇതിനുള്ളിൽ ഈ പരിക്കനുള്ളിൽ അല്ലെങ്കിൽ ആ ലെയർ ഓഫ് സിമെന്റിനുള്ളിൽ മുങ്ങിപ്പോവും. അതിന്റെ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ മുകളിൽ ഓപ്പൺ ആയിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ റൂഫ് സ്ലാബിൽ വെള്ളം കെട്ടി നിൽക്കാനും ആ വെള്ളം താഴേക്ക് വരാനും അല്ലെങ്കിൽ ഡാമേജ് ഉണ്ടാകാനുള്ള വലിയൊരു പോസിബിലിറ്റിയാണ്. അപ്പോൾ റൂഫ് സ്ലാബ് കോൺക്രീറ്റിംഗിൽ വളരെയധികം ഒരു കോൺട്രാക്ടറുടെ സൈഡിൽ നിന്ന് എപ്പോഴും എൻഷുർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു ആർക്കിടെക്റ്റിന്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറുടെ സൈഡിൽ നിന്ന് കിട്ടിയ ഡ്രോയിങ് പ്രകാരം അല്ലെങ്കിൽ അവർ പറഞ്ഞ അഡ്വൈസ് പ്രകാരം പ്രോപ്പറായിട്ട് എല്ലാ സ്ഥലങ്ങളിലും പൈപ്പുകൾ കൊടുത്തിട്ടുണ്ടോ, അതിന്റെ സ്ലോപ്പ് കറക്റ്റ് ആണോ, ഈ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ബിൽഡിങ്ങിനുള്ളിലേക്ക് റൂഫിൽ നിന്ന് വെള്ളം വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്.